ഹലോ ഹലോ ഹലോ. നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള ഹോസ്റ്റൽ എടുത്തെന്ന് പറഞ്ഞായിരുന്നു. അത് എന്തിനാണെന്നൊന്നും അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഹോസ്റ്റലിൽ നമ്മളെ ഫയർ ചെയ്ത് നമ്മള് ഇനീഷ്യൽ സിറ്റുവേഷൻ നിങ്ങളെ ചുമ്മാ ഒന്ന് ഫയർ ചെയ്തോ? നിങ്ങളാണ് നമ്മളെ പപ്പടത്തിന് പിന്നെ അല്ല അതിന് മുമ്പത്തെ സിറ്റുവേഷൻ ഒന്നും പറഞ്ഞില്ലേ? അപ്പൊ കൂടെ ഉള്ളവര് ബ്രോയ്ക്ക് അറിയാവുന്നതായിരിക്കും ചിലപ്പോ ബ്രോ അടുത്ത് പറഞ്ഞേക്കുന്നത്. അതിന് മുമ്പ് കുറച്ച് സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ കണ്ണാപ്പിയെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയിട്ട് ഒന്നും പറയാതെ വണ്ടി എടുത്ത് പോയല്ലോ. ബ്രോ അവനെ ഇടിച്ച് കൊന്നിട്ട് ഒന്ന് ആളൊന്ന് റെസ്റ്റ് പോലും ആവാതെ അതിന് മുമ്പ് ആർക്കോ വേണ്ടിട്ട് ഒരു സോറി പറഞ്ഞിട്ടൊക്കെ പോവാണോ? നിങ്ങൾ അവരെ സോറി നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തനെ മോബിയുടെ അടുത്ത് മറ്റേ ബോംബിയുടെ തന്തയ്ക്കൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അതെന്തായിരുന്നു കേൾക്കണമായിരുന്നു, അറിയാമായിരുന്നു. അതെ, അതായിരുന്നു സിറ്റുവേഷന്റെ തുടക്കം. അവിടെ ഒരു ഞാനും കണ്ണാപ്പി അവിടെ വന്ന് ഈ സിറ്റുവേഷൻ ചോദിക്കാൻ വേണ്ടി, കണ്ണാപ്പിനെ ഇടിച്ചു വന്നതിന്റെ സിറ്റുവേഷൻ ചോദിക്കാൻ വേണ്ടി ഞാനും കണ്ണാപ്പി അവിടെ പോയി. ചെന്നപ്പോ തന്നെ ഇവരെല്ലാരും മാറിപ്പോയി ചോദിക്കാൻ വന്നപ്പോ. അപ്പം ഈ ഇവരുടെ കൂട്ടത്തിൽ രണ്ടുപേര് വന്നിട്ട് എന്റെ ബൈക്കിൽ കയറിയിരുന്നത്. ആ ബൈക്ക് ഞാൻ ഇടിച്ചിട്ട്, ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല, ബൈക്ക് ഇടിച്ചു. എന്റെ ബൈക്ക് ആയതുകൊണ്ട് ഞാൻ ഇടിച്ചിട്ട് ഞാൻ ബൈക്ക് കയറുമ്പോ തന്നെ അവൻ വിളിക്കുന്നത്, എന്താടാ തന്തയിലേമൊക്കെ നീയൊക്കെ സിറ്റിയിൽ അലങ്കാരമായിട്ട് നടക്കുവാണോ എന്ന് പറഞ്ഞാൽ ചോദ്യം തിരിച്ചിങ്ങോട്ട്. പിന്നെ ഫയർ ചെയ്തത് നമ്മളല്ല. ആ സാംസുലേക്കാണ് എന്നെ ഫയർ ചെയ്തത് ഫസ്റ്റ്. അവൻ എന്നെ ഫയർ ചെയ്തത് അവന് ഓർമ്മയുള്ളൂ. അവനെ അടിച്ച് ഞാൻ അവന് കൊടുക്കാനുള്ള ഞാൻ അവിടെ തന്നെ കൊടുത്തിട്ടു. നമ്മളത് അറിഞ്ഞിട്ടില്ല. അല്ലടാ മാക്കെ, ഞാൻ പറയട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ ഫുൾ POV വെരിഫൈ ചെയ്യാനുള്ള ടൈം ഫ്രെയിം ഒന്നും ആയിട്ടില്ല. നമുക്കിത് മുഴുവൻ കണ്ടിട്ട് വരാനുള്ള സമയമൊന്നും ആയിട്ടില്ല. നമ്മളിത് മുഴുവൻ കണ്ടിട്ടില്ല. ടൈം ഫ്രെയിമും മറ്റേ കാണാനും ഒന്നും പോകണ്ട മാക്കെ. സ്വന്തം സിറ്റുവേഷനിലുള്ള മെമ്പറിനോട് എന്താ പറ്റിയെന്നൊന്ന് ചോദിച്ചാൽ മതി. കാണണ്ട. ആര് POV കാണാൻ? ഞങ്ങള് POV കണ്ടിട്ടല്ലോ സിറ്റിയിലെ. അതാ ഞാൻ പറഞ്ഞത്, ആൾക്കാരുടെ അടുത്ത് ചോദിക്കണം, ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത് ചോദിക്കണം എന്താണെന്ന്. ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവരുടെ വന്ന് സംസാരമായി കൊണയായി അടിച്ചെന്ന് പറഞ്ഞു. പറഞ്ഞ ഞാൻ ചോദിക്കണം ബ്രോ, എന്താ പറ്റിയെന്ന് ചോദിക്കണം. ഇവരുടെ അടുത്ത് വന്ന് തന്തയില്ലായ്മയെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഇത് അവിടെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞാൽ തന്തേനാണോ വിളിക്കുന്നേ? എന്നാ പിന്നെ നാളെ തൊട്ട് സിറ്റിയിൽ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞാൽ ഇന്ത്യയൊക്കെ തന്തയ്ക്ക് വിളിക്കാലോ. ഇതിപ്പോ നിങ്ങളാണല്ലോ ബ്രോ, ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പറയണത് പോലെ ഡ്രോപ്പ് ചെയ്യൽ പരിപാടി ഒന്നും തല്ലാനുള്ള പ്ലാനാണ് ഞങ്ങളോട് പറഞ്ഞത്. മനസ്സിലായി? സമയം മാത്രം പറഞ്ഞാൽ മതി. സമയം എപ്പോഴാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കമ്മ്യൂണിറ്റി നമ്മളെ കൂട്ടത്തിൽ നമ്മുടെ സൈഡ് വെയിറ്റ് മിണ്ടല്ലേ? പ്രോപ്പർ ഒരു കാര്യം ചോദിക്കട്ടെ. നീ പറഞ്ഞവിടെ ചർച്ച വെക്കണ്ടല്ലോ, എന്നിട്ട് വീണ്ടും കണ്ടായിരുന്നല്ലോ. ഞാൻ അടിച്ചു നീ കണ്ട? ഞാൻ മനസ്സിലായോ? ഞാൻ കണ്ടു. അടിച്ചതൊന്നും കാണേണ്ട ആവശ്യമില്ല മാക്കെ. റീഎൻട്രി ചെയ്യാൻ ഞങ്ങൾക്ക് മറ്റേ FRP ഒന്നും വലിക്കണ്ട. ഞങ്ങൾക്ക് FRP വലിക്കണം. ഞങ്ങളുടെ കൂടുതൽ ഞങ്ങളത് വലിക്കുന്നില്ല.
വാസ്തു ബ്രോ നമ്മള് നിങ്ങളെ ഒരു ഹോസ്റ്റേജ് ഇവിടെ കൊണ്ടുവന്ന് ആ ഹോസ്റ്റേജിനെ ഹോൾഡ് ഇട്ട സമയത്ത് നമ്മുടെ പ്ലെയറിനെ അവിടെ അടിച്ചു എന്ന് പറഞ്ഞാൽ അത് അതിനാണ് വന്നത്. ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളോട് മറുപടി പറ. ഞാൻ ചോദിച്ച മറുപടി വർഷയ്ക്ക് നമ്മളോട് സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് KV ആയിട്ട് നിങ്ങളുടെ പ്ലേസ് ഒരുത്ത കൊണക്കാൻ പോയതിന് ഞങ്ങൾ എന്ത് ചെയ്ത്? നിങ്ങളൊരു ഹോസ്റ്റേജ് നമ്മുടെ കയ്യിലുണ്ടെന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഷേക്കിനടുത്ത് മന്ത്രം പറയാതെ പറയുന്ന കാര്യം കേക്ക് ഹോസ്റ്റേജിനെ റിലീസ് ചെയ്തു വന്ന് പറഞ്ഞോളൂ. ഞങ്ങളുടെ കാര്യം ഞാൻ പറയണം. നാളെ 10 മണിയാകുമ്പോ ഞങ്ങൾ പ്രീവാറിന് റെഡിയാണ്. ഞങ്ങൾ 10 മണിയാകുമ്പോഴത്തേക്കിന് പ്രീവാറിന് റെഡിയാണ്. നാളെ സിറ്റുവേഷൻ അങ്ങനെ ഇതാക്കണം. 10 മണിക്ക് ഞങ്ങൾ ഉണ്ടാവും. നാളെ 10 മണിക്ക് സിറ്റുവേഷൻ സംസാരിക്കില്ല. ഞാനൊരു കാര്യം പറയാം റാംബോ. ഹോസ്റ്റേജിനെ റിലീസാക്കി നമ്മടുത്ത് കൊണ്ടുവന്ന് വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ സിറ്റുവേഷൻ വന്നത്. ഞങ്ങൾ റീഎൻട്രി ചെയ്തിട്ടില്ല. മാക്കിന്റെ വെറും തെറ്റാറിനെ ഞങ്ങൾ ചെയ്തിട്ടില്ല. നമ്മുടെ അഡ്മിൻസ് അത് പറഞ്ഞിട്ടില്ല. നമ്മുടെ ആകെ പറഞ്ഞിട്ടില്ല. നമ്മുടെ റേഡിയോയിൽ വന്നതിന് ശേഷമാണ് നമ്മൾ മനസ്സിലായി. പക്ഷെ നമ്മുടെ അടുത്ത് ഇന്റിമേറ്റ് ചെയ്തിട്ടില്ല. സംസാരിക്കാൻ നിൽക്കുന്നേ. അഡ്മിൻസ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഹോസ്റ്റേജ് സിറ്റുവേഷൻ ഹോൾഡ് ആണ്. നമ്മൾ ഒരു കാര്യം തിരിച്ചു വന്ന് പറയുന്നത് വരെ അത് ഹോൾഡ് ആണെന്നാ പറഞ്ഞിട്ടില്ല. ഹോസ്റ്റേജ് എടുത്തു കഴിഞ്ഞാൽ അടിച്ചുവിടാന്ന് ഇവിടെ ഒരു ഇതുള്ളൂ. ഹോസ്റ്റേജ് നമ്മൾ റേഡിയോയിൽ കാര്യം ഞങ്ങളുടെ എനിക്ക് കിട്ടുന്ന ലാസ്റ്റ് ഇൻഫർമേഷൻ അവര് വന്ന് പറയുന്നത് ഹോൾഡിലാണ്. ഞങ്ങൾ വന്ന് പറയുന്നത് വരെ ഹോൾഡിലാണെന്നാ. അതിനുശേഷം അഡ്മിൻ അടുത്ത് പറഞ്ഞിട്ടില്ല. ഏത് കത്തിച്ചാരും പറഞ്ഞല്ലോ എടുത്ത ഹോസ്റ്റേജിന് കത്തിച്ചാരും. അത് ഡൗട്ട് ഉണ്ട്. POV കാണുന്നത് പറഞ്ഞിട്ടാണ് വിളിച്ചോണ്ട് പോയത്. അതിനുശേഷം ഒന്നും അഡ്മിൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അടാ അതല്ല അത് വേറെ പറയണ്ടേ മാക്ക ടിക്കറ്റ് വലിച്ചു അല്ല ഇപ്പൊ 10 മണിക്ക് വാർത്തയുണ്ട്. ഞാൻ സംബന്ധിച്ചത് നമ്മള് രണ്ടാളും കളിക്കല്ലേ. ക്ലിയർ ചെയ്തോട്ടെ. ഞാൻ ഒരു കാര്യം ക്ലിയർ ചെയ്തു മാക്കെ. ഞാൻ അവിടെ വ്യക്തമായി പറഞ്ഞാണ് കത്തിച്ച ആളെ ഹോസ്റ്റ് എടുക്കാൻ പറ്റില്ല എന്ന് വെരിഫൈ ചെയ്തിട്ട് മിന്നൽ മാക്കെ റാംബോയുടെ അടുത്ത് വരെ ഞാൻ കാര്യം പറഞ്ഞിട്ട് വിട്ടു. റാംബോ നിങ്ങളുടെ ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നു അവരുടെ അടുത്ത്. അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കാണ് ബ്രോ. ബാക്കിയുള്ളവന്മാര് മിന്നലെ
ഒരു ഗ്യാങ്ങിലെ A to Z മെമ്പേഴ്സിന്റെ അടുത്ത് പോയി എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ അടുത്ത് പറയും അവര് റേഡിയോ കോൾ തരണം. അതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ എന്റെ ഉത്തരവാദിത്തം അല്ല ഒരു ഗ്യാങ്ങിലുള്ള 35 അടുത്ത് വേറെ പോയിട്ടും തീരുമാനം പറയേണ്ടത്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ലീഡർ കോ ലീഡർ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ എന്റെ മിസ്റ്റേക്ക് അല്ലേ. ഒരു മിനിറ്റ് ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ്. അതായത് റാംബോ ബ്രോ ഇപ്പം പറയണമായിരുന്നു അങ്ങനല്ല. അഡ്മിൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ പറയണമായിരുന്നു. അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. മിന്നൽ ബ്രോ അത് അഡ്മിന്റെ മണ്ടയ്ക്ക് വെക്കരുത്. അത് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കമ്മ്യൂണിക്കേറ്റ് മിന്നലിന്റെ PO വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ ലീഡറിന്റെ അടുത്താണ് പറഞ്ഞത്. ഇത് ഇവിടെ നിന്ന് ഈ ഇമോട്ട് കാണേണ്ട കാര്യം ഞങ്ങൾക്കില്ല ആട് ബ്രോ. ഇത് ഞാനുള്ള കാര്യം പറയാം. നമ്മൾ സംസാരിക്കാൻ വന്ന ആട് ബ്രോ. ഇവിടെ ഇത്രയും പേരും മര്യാദയ്ക്കില്ല നിൽക്കുന്നത്. ഞാൻ ഇടുന്നുണ്ട് ഇമോട്ട്, അല്ലെങ്കിൽ ഈ റാമ്പ് ഇടുന്നു. നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ ഇവിടെ. ഇപ്പോൾ മര്യാദയ്ക്കുന്നല്ലേ സംസാരിക്കുന്നത്. നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, രണ്ട് സൈഡ് പിരിഞ്ഞു പോവുക. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ഇമോട്ട് ഇടുന്നതൊക്കെ ഞാൻ എന്ത് പറയാനാണ്? അല്ല, അത് അവരോട് പറയൂ. നമ്മളിവിടെ മര്യാദയ്ക്ക് നിങ്ങൾ എല്ലാവരും അടങ്ങി ഇതിപ്പോ എന്തായാലും പ്രീവാർ ടൈം കൺഫേം ചെയ്തല്ലേ 10 മണി നാളെ. ഓക്കെ നാളെ പരിധിനോട് റാമ്പോ കേറ്. എത്ര പ്രാട്ടോടാ മിണ്ടാണ്ടിരിക്കുന്നത്. ഞാൻ എത്രയാണെന്ന് പറഞ്ഞടിയല്ലേ മിണ്ടായിരിക്കുന്നത്.